ഹലോ ഓൾ വെൽക്കം ടു എക്സാം ലേണിംഗ്. 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാം സീരീസിലെ ഒരു എപ്പിസോഡാണിത്. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. വേറെയും സബ്ജക്റ്റിൽ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഫിസിക്സിലെ അല്ലെങ്കിൽ ബേസിക് സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഞങ്ങൾ സ്റ്റുഡൻസിന് സ്കൂളിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സ് സയൻസിൽ മാത്തിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ സ്കൂളിന്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഒളിമ്പ്യാഡ്സ് പോലുള്ള എക്സാംസ് ഒക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഫ്യൂച്ചറിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണമെന്ന് സ്വപ്നം കാണുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങളും അത് ആലോചിക്കുന്നുണ്ടെങ്കിൽ XNY ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ വേഗം ഡിസിഷൻ എടുക്കുക. ഓക്കെ, സോ ബേസിക് സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. സോ 7th ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത പലപ്പോഴും ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കും. ആ പാരഗ്രാഫ് മുഴുവൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ. സോ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. റീത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയാണ് സ്റ്റോറി. മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് സി. ഷീ ടേക്സ് 20 minutes to cover a certain distance A, okay, certain distance AB, and 30 minutes to cover the rest of the distance BC. Okay, she then turns back and takes 30 minutes to cover the distance CB and 20 minutes to cover the rest of the distance to her starting point. She makes 5 rounds on the road the same way. Rita concludes that her motion is only rectilinear motion, only periodic motion, rectilinear and periodic both, neither rectilinear nor periodic എന്നാണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് സെന്റൻസ് ഒന്നും കൂടെ വായിച്ചു നോക്കിയേ. റീത്ത മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം പോയിന്റ് എ. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് റീത്ത എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, റീത്ത മൂവ് ചെയ്യുന്നത് എയിൽ നിന്ന് സി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് റീത്തയുടെ മൂവ്മെന്റ്. പക്ഷെ ആ മൂവ്മെന്റിൽ ചെയ്യുന്ന ഒരു കാര്യം, ബി എന്ന് പറയുന്ന ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അത് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, ബി എന്നുള്ള പോയിന്റ്. ഇനി 20 മിനിറ്റ് കൊണ്ടാണ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 20 മിനിറ്റ് ആണ് നമ്മുടെ റീതൊക്കെ എടുക്കുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാനതൊരു ചിത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് സിയിലേക്ക് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 30 മിനിറ്റ്. അപ്പൊ ഇവിടെ വെച്ച് ഞാൻ നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ടോട്ടൽ എ മുതൽ സി വരെ എത്താൻ വേണ്ടിയിട്ട് റീത്തക്ക് എത്ര സമയം എടുത്തു? 20 + 30 50 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ വരികയാണ്. സോ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷീ ദെൻ ടേൺസ് ബാക്ക് ആൻഡ് ടേക്സ് 30 മിനിറ്റ് ടു കവർ ദ ഡിസ്റ്റൻസ് സി ബി. സിയിൽ നിന്നും ബിയിൽ എത്താൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് എടുത്തു. അങ്ങോട്ട് 30 തന്നെയായിരുന്നു, ഇങ്ങോട്ട് 30 തന്നെയാണ്. അത് കഴിഞ്ഞിട്ടോ 20 മിനിറ്റ്സ് ടു കവർ ദ റെസ്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. ബാക്കിയുള്ള തിരിച്ചെത്താനുള്ള, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്താനുള്ള ബാക്കി ദൂരം നടക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? 20 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, സിയിൽ നിന്നും എയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക് 50 മിനിറ്റ് ആണ്. തിരിച്ച് സിയിൽ നിന്നും എയിലേക്ക് റീത്തക്ക് എത്ര സമയം എടുത്തിട്ടുണ്ട്? 30 + 20 തന്നെ, വിച്ച് ഇസ് 50 മിനിറ്റ്സ്. അതും 50 മിനിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, റീത്ത എ മുതൽ സി വരെ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങോട്ടും 50 മിനിറ്റ്, ഇങ്ങോട്ടും 50 മിനിറ്റ്. ഇനി എന്താ ചെയ്യുന്നത്? ഷീ മേക്സ് 5 റൗണ്ട്സ്, 5 റൗണ്ട് അടിക്കുന്നു. ഇതേപോലെ 5 റൗണ്ട് ഓൺ ദി റോഡ് ദ സെയിം വേ. അപ്പൊ എന്താ റീത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്? എയിൽ നിന്ന് സിയിലേക്ക് 50 മിനിറ്റ് കൊണ്ട് പോകുന്നു, തിരിച്ച് 50 മിനിറ്റ് എടുത്തിട്ട് എത്തുന്നു. വീണ്ടും 50 മിനിറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു, 50 മിനിറ്റ് എടുത്ത് തിരിച്ചെത്തുന്നു. അപ്പൊ 2 റൗണ്ടായി. ഇങ്ങനെ 3ാമത്തെ റൗണ്ട്, 4ാമത്തെ റൗണ്ട്, അങ്ങനെ 5 റൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, റീത്ത കൺക്ലൂഡ്സ് ദാറ്റ് ഹെർ മോഷൻ ഇസ്, റീത്തയുടെ മോഷൻ ഏത് ടൈപ്പ് ആണെന്നാണ് റീത്ത കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഓപ്ഷൻസ് എന്താ? റെക്റ്റിലീനിയർ മോഷൻ, പീരിയോഡിക് മോഷൻ എന്നൊക്കെയാണ് ഓപ്ഷൻസ്. എന്തായിരുന്നു റെക്റ്റിലീനിയർ മോഷൻ? റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷനെയാണ് റെക്റ്റിലീനിയർ എന്ന് വിളിക്കുക. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാം. ഒരിക്കലും വേറെ ഡയറക്ഷൻസിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതിനാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് വിളിക്കുക. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പീരിയോഡിക് മോഷനോ, ഒരു റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് മോഷനാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ഒരു റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ക്ലോക്കിന്റെ നമ്മൾ ഹവർ ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മിനിറ്റ് ഹാൻഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ, സണ്ണിന് ചുറ്റുമുള്ള എർത്തിന്റെ റെവല്യൂഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു സിമ്പിൾ പെൻഡുലം കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ
ഡിഫറെൻറ്റ് വെറൈറ്റി എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് റീത്തയുടെ മോഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സ്ട്രേറ്റ് ലൈനിൽ 50 മിനിറ്റ്സ്, അവിടെ നിന്ന് ഇങ്ങോട്ട് 50 മിനിറ്റ്സ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഒരു മോഷൻ, ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയി. അവിടുന്ന് പോയി തിരിച്ചു വന്ന ഒരു ജേർണി കംപ്ലീറ്റ് ആയി. വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രേറ്റ് ലൈനിൽ 50 മിനിറ്റ്സ്, തിരിച്ച് 50 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ എത്തുന്നു. അപ്പോൾ ടോട്ടൽ 100 മിനിറ്റ്സ് കൊണ്ട് എന്ന് സിയിൽ പോയി സിയിൽ എത്താൻ ടോട്ടൽ 100 മിനിറ്റ്സ് കൊണ്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഒരു റൗണ്ട് എന്ന് പറയുന്ന ആ ഒരു മോഷൻ എന്ത് ചെയ്യാണ്? ഓരോ ഈച്ച് 100 മിനിറ്റ്സിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 24 ഹവേഴ്സിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ ഓരോ 100 മിനിറ്റ്സിലും റീത്ത എന്ന് സിയിൽ പോയിട്ട് തിരിച്ച് എത്തുന്നുണ്ട്. ഇതിങ്ങനെ റിപ്പീറ്റും ചെയ്യുന്നുണ്ട്. സോ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പീരിയോഡിക് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇത് റെക്റ്റിലീനിയർ മോഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ എന്തുമാണ്? പീരിയോഡിക് മോഷനുമാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷേ ലെങ്തി ആണ്. വായിച്ച് ഈ ഒരു സ്റ്റോറി മുഴുവൻ മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുഴുവൻ കണ്ട ആളുകൾ കമന്റ് ചെയ്യണം. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സ്കൂളിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ സ്കൂൾ ലെവലിൽ മാത്രം നിന്നാൽ പോരാ, നമ്മളൊരു സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് ഉയരണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് XNY ലേണിംഗിന്റെ സയൻസ് ആൻഡ് മാത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കോൾ ചെയ്തിട്ട് നമ്പർ നോട്ട് ചെയ്തിട്ട് കോൾ ചെയ്തിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം. അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ ഈ വർഷത്തേക്കുള്ള അഡ്മിഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ആൻഡ് ഈ ഒരു ഹയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും ഇതുപോലെ പ്ലേലിസ്റ്റുകളിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അത് കാണുക, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.